ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പാവയ്ക്ക തോരൻ നമുക്കൊന്ന് ശരിയാക്കാം. അതിനാവശ്യമായിട്ട് 1/2 കിലോ പാവയ്ക്ക വേണം, 2-3 പച്ചമുളക്, കടുക് വറുക്കാൻ ചെറിയ ഉള്ളി, 2 സവോള, തേങ്ങ, പിന്നെ അത് പൊടിക്കാനായിട്ട് ഒരു ജാറ്. ഈ മെഷീനിൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ച് പാവയ്ക്ക തോരൻ വെക്കാമെന്ന് നോക്കാം. ഓക്കെ, ഒരു 1/2 കിലോ പാവയ്ക്ക ഉപ്പുവെള്ളത്തിൽ കഴുകി നമ്മളിതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന തോരൻ, പാവയ്ക്ക തോരൻ എങ്ങനെയാ ചെയ്ത്. ഇപ്പോഴത്തെ ജനറേഷന് പാവയ്ക്ക ഇങ്ങനെ കൈവച്ച് കൊത്തി കൊത്തി അരിയണ്ട. അതിനുവേണ്ടി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങിക്കുക. ബ്ലേഡ്, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇത് പയറോ എന്താണ് തോരൻ വെക്കണമെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇത് ഈ കഷ്ണത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതിന് ഇപ്പോൾ ഇത് 1/2 കിലോ പാവയ്ക്കുണ്ട്. അതിന് 1 കപ്പ് തേങ്ങ, 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്. അത് പച്ചമുളക് ആവശ്യത്തിന്, അവർക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്ക് ഇടാം. പിന്നെ കടുക് വറുക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പിലയാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞു നോക്കാം എങ്ങനെയാ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, നമ്മള് ഇതേപോലെ ഇതിനകത്തിട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതുപോലെ ബ്ലേഡിൽ നല്ലതായിട്ട് ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഇട്ടു. ഇതിപ്പോ 1/2 കിലോ പാവയ്ക്ക നമ്മൾ ഉപ്പുവെള്ളത്തിൽ കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ജാറിനകത്തിട്ട് ഈ ബ്ലേഡ് വെച്ചതിന് ശേഷം നമ്മൾ ഇട്ട് പൊടിച്ചെടുത്തതാ. ഇപ്പോൾ 1/2 കിലോ പാവയ്ക്ക, 2 സവോള, 1 കപ്പ് തേങ്ങ, ഒരു 4 പച്ചമുളക്. പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനെ പറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് പാവയ്ക്ക. ഈ പാവയ്ക്കയ്ക്ക് പകരം നമുക്ക് പയറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ അരിഞ്ഞ് എടുക്കാം. ഇതുപോലത്തെ ഒരു അത്ര മതി, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഈ തോരൻ. നമ്മുടെ കൈ മുറിയുമെന്നോ ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് ഇത് എളുപ്പം തോരൻ വയ്ക്കാം. ഇതിന് മഞ്ഞൾ, ഉപ്പ് മാത്രം നമ്മൾ ഇതിന് ആഡ് ചെയ്താൽ മതി. ഇതുപോലെ ചെറിയ വറുത്തതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. അത് നമുക്ക് ചെയ്യാം. ഓക്കേ, ഓക്കെ. അപ്പോൾ നമുക്ക് പാവയ്ക്ക തോരൻ വെക്കാൻ ഒരു പാൻ നമ്മൾ ഗ്യാസിൽ വെച്ചു, തീ കത്തിച്ചു. അതിനുശേഷം നമുക്ക് ഈ പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കൊരു 1/2 കിലോ പാവയ്ക്കാണ് ഇന്നത് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുമക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ കടുവത്തേക്കുന്ന ഉള്ളി മൂത്തു. അതിലോട്ട് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറും പാകത്തിന് ഉപ്പും. നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഇളക്കി. ഇതിന് വെള്ളം തൊടാൻ പാടില്ല. നമ്മൾ ഈ പാവയ്ക്കായ്ക്ക് വെള്ളം തൊടാനേ പാടില്ല. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം.
ഒരു 2 മിനിറ്റ് സ്റ്റീം വരുന്നവരെ ഇതേപോലെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഈ തോരൻ എവിടം വരെ ആയെന്ന് നോക്കാം. അപ്പൊ നല്ല സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് മാത്രമേ ഇതുപോലെ നമ്മൾ ചിക്കൻ പാടുള്ളൂ. അതിനുശേഷം ഇപ്പൊ നല്ലതായിട്ട് ഈ പാവയ്ക്കാത്തോരൻ നല്ലതായിട്ട് ഇപ്പൊ ഈ പാവയ്ക്കാത്തോരൻ നല്ലതായിട്ട് വെള്ളമെല്ലാം പറ്റി വെന്തു. ഒന്ന് വെള്ളവും ജലാംശം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം വറ്റാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഇടാം. അപ്പൊ നമുക്ക് തന്നെ അത് കാണാൻ കഴിയും, വെള്ളം എല്ലാം പറ്റി. നമുക്ക് പാവയ്ക്കായ്ക്ക് വെള്ളം തൊടേണ്ട കാര്യമില്ല. ഇതേപോലെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോരന. ഇതുപോലെ തോരൻ ചെയ്യാൻ പറ്റും. കൈ കൊണ്ട് അരിയേണ്ട കാര്യങ്ങളില്ല. തേങ്ങ, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇതിന്റെ പോയി പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പാൻ ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് ഉള്ളിയും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ശകലം ഉപ്പും ഇട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് അടച്ചു വെച്ച് സ്റ്റീം വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് തോരൻ വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് കോരാം. അപ്പൊ നല്ലതായിട്ട് പാവയ്ക്ക നല്ലതായിട്ട് വെന്തു, വെള്ളമെല്ലാം പറ്റി. നമുക്കിത് പാത്രത്തിലോട്ട് കോരാം. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ തോരൻ പാത്രത്തിലോട്ട് ഉണങ്ങിയ ഒരു കാസറോൾ എടുക്കുക. അതോട്ട് നമുക്ക് ഈ തോരൻ മാറ്റാവുന്നതാണ്. നമ്മൾ സ്വാദിഷ്ടമായ പാവയ്ക്കാത്തോരൻ ഇവിടെ തയ്യാറാക്കി. ഇത് എല്ലാവർക്കും പെട്ടെന്ന് കൈകൊണ്ട് അരിയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പാവയ്ക്ക റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കൈകൊണ്ട് അരിയാതെ മെഷീനിൽ നമ്മൾ പൊടിച്ചെടുത്ത് തേങ്ങായും പച്ചമുളകും സവളയും കൂടെ മെഷീനിൽ അരിഞ്ഞെടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരന. ഇതേപോലെ തന്നെ എല്ലാ തോരനും നമുക്ക് ഇതുപോലെ ആ മെഷീനിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.